നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ പ്രശസ്ത കലാകാരൻ ശ്രീനിവാസൻ അവരുടെ അകാല ചരമത്തിൽ അങ്ങേറ്റം ഖേദിക്കുകയും അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും നമ്മൾ അങ്ങേറ്റം അദ്ദേഹത്തോട് കുടുംബാംഗങ്ങളെ അങ്ങേറ്റം ആദരവ് അറിയിക്കുകയാണ്. ബഹുമാനി 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഈ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടന്നത്, റിസൾട്ട് വന്നു. അതിൽ പഞ്ചായത്ത് കമ്മിറ്റി, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉള്ളപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ആവശ്യമുണ്ട്. അതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ അനാവശ്യ ചെലവ് ചെയ്യുന്നല്ലാതെ അതിനെക്കുറിച്ച് 2 വാക്ക് പറയും ഇപ്പോഴല്ല, ഉടനെ തന്നെ. മറ്റ് കോർപ്പറേഷനിൽ ദക്ഷിണ കൊച്ചിയിൽ ഒരു മേയർ വേണം, ലത്തീൻ കത്തോലിക് മേയർ വേണം, സുറിയാനിക്ക് വേണം, അങ്ങനെ ചില ആശയങ്ങൾ. പാട്ട് യാ അല്ലാ എന്ന നാഗൂർ ദർഗയിൽ നിന്നുള്ള പാട്ടിൻ്റെ അനുകരണമാണ് എന്നൊക്കെ പറയും. എന്താ ഇവിടെ? അത് പാലക്കാട് ഒരു പാവം മനുഷ്യനെ തല്ലിക്കോ. മനുഷ്യനെ അധംപതിച്ചാൽ മൃഗത്തേക്കാൾ കഷ്ടാവുന്നില്ല. മൃഗം ഒരു മനുഷ്യനെ യുദ്ധത്തിൽ വരുന്ന മൃഗങ്ങൾ ചെല്ലുള്ള, നിരപരാധിയായ മൃഗങ്ങളൊന്നും കൊല്ലാറില്ല. സിംഹം പോലും കൊല്ലാറില്ല. നമുക്ക് ആദ്യമായിട്ട് കൊച്ചിയിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. ഇങ്ങനെ സഭയും പുരോഹിതന്മാരും മൗലിമാരും സന്യാസിമാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് കണക്കുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഒരു തെറ്റുമില്ല. ആവശ്യപ്പെടുന്നവർ രഹസ്യമായിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റ്, അതാത് പാർട്ടിയിലെ നേതാക്കളോട്, ആരെയാണോ കോർപ്പറേഷൻ മേയറായിട്ട് നിശ്ചയിക്കാനുള്ള പദവി ആർക്കാണോ, ഏത് സ്ഥാനത്താണോ, അങ്ങനെയുള്ള അധികാരികളുടെ മുൻപിൽ നിങ്ങൾ രഹസ്യമായിട്ട് പറയാം. തെറ്റൊന്നുമില്ല. പരസ്യമായിട്ട് പറയുമ്പോൾ അതിനുവേണ്ടി കരുക്കൾ നീക്കം ചെയ്യുന്നത് പക്കാ തെമ്മാഴത്തിലാണ്. കോൺഗ്രസ് ചെറിയൊരു അനക്ക് വന്നപ്പോഴേക്കും തുടങ്ങിയതേ സഭയും അത് ഈ മൗലിമാരും പിന്നെ പൂജാരിമാരും മൗലിമാരും അത്ര ഇടപെടുന്നില്ല. കണ്ണടിച്ച് ഇരുട്ടാക്കരുത്. സഭ മാത്രമാണ് കോൺഗ്രസിന് വലിച്ചു വരിൽ നിർത്തും. പണ്ട് മുതലും പറയാതിരിക്കാൻ വയ്യ. സഭയും ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ സമുദായവും പണ്ട് കാലത്ത് രാജാക്കന്മാരെ കൂടുന്ന ആനുകൂല്യം പറ്റി. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ കൂടെ ആനുകൂല്യം പറ്റി. അതാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ണായ സ്ഥലമൊക്കെ അവർക്ക് വെറുതെ കിട്ടി, രേഖയിലൊന്നും. അത് കോൺഗ്രസ് വന്നപ്പോൾ കോൺഗ്രസിന് കൂടെ ഒന്നും ആനുകൂല്യം പറ്റി. ഞാൻ പല ഉദാഹരണം പറഞ്ഞത്. അതിപ്പോൾ BJP വന്നപ്പോൾ BJP ആനുകൂല്യം പറ്റണം. അവർക്ക് ആനുകൂല്യം പറ്റിയേ തീരൂ. അതൊക്കെ പറ്റിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് നിങ്ങൾ കരുക്കൾ നീക്കി പരസ്യമായിട്ട് രംഗത്ത് വരുന്നത് ശുദ്ധ പോക്കിത്തരാണ്, തെമ്മടത്തിലാണ്. സഭയല്ല ഏത് ആളാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ രഹസ്യമായിട്ട് നിങ്ങൾ ഡിമാൻഡ് വയ്ക്കുക. ഒരു ലത്തീൻ കത്തോലിക്കിന് ഭാഗത്തിന് വേണം, അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തിന് വേണം. ഇതൊക്കെ നിങ്ങൾ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം, അവകാശം ബന്ധപ്പെട്ട അധികാരികൾ പറയാം. ഇത് പരസ്യമായിട്ട് ഇന്നിപ്പോൾ ഒരു ചാനൽ 121 ചാനല് മേരി ദിപ്തി വർഗീസിനെ പാഞ്ചാലി പറഞ്ഞിട്ട് എത്ര മോശമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാരാണോ, രാഷ്ട്രീയ ചാനലാണോ? അത് മേത്തി ദീപ്തി വർഗീസോ മറ്റേ കൊച്ചിക്കാരി ഷൈനിമാതോ ആരെങ്കിലും ആകട്ടെ, അത് പാർട്ടിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് ചില ഒരാഗ്രഹങ്ങളുണ്ട്. അതനുസരിച്ച് അവിടുത്തെ നേതാക്കൾ അറിയില്ല. അവർ വട്ടം കൂടി ഇരുന്ന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരാൾക്ക് കൊടുത്ത് ആരും അറിയാതെ ഇല്ല. 5-ാമത്തെ സ്ഥാനം ഉമ്മൻചാണ്ടി വഷളാക്കിയതുപോലെ ഇസ്ലാമിക് സർവകലാശാല തുടങ്ങാതെ ഈ ഉമ്മൻചാണ്ടിയും മാണിയും കുഞ്ഞാക്കായും ജീവിച്ച കുഞ്ഞാക്കായും എല്ലാ മാന്യന്മാരും
അന്ന് ഒരു അച്ചായുണ്ട് ചീഫ് സെക്രട്ടറി. അവിടെ ആ സമുദായത്തെ അങ്ങേറ്റം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങൾ 4 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് സമരം നടത്തി. അന്ന് ഈ രമേശ് മറ്റു ഒരു ജിയും അവരെ കൊണ്ടില്ല. അവരിൽ നിന്ന് വേറെ 2% മുസ്ലിങ്ങൾ വോട്ട് മാറി ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 99 സീറ്റ് കിട്ടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ വളർന്നിട്ടൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാം 60 സീറ്റുകളും ജയിക്കുന്നത് 500 മുതൽ 2000 മേലെ വോട്ടിലാണ്. അപ്പോൾ 2% മറ്റേ 1.5 ലക്ഷം വോട്ടുണ്ട് ഒരു മണ്ഡലത്തിലെങ്കിൽ അതിൻ്റെ 10% എത്രയാണ്? 1,15,000 10% 15,000. 2% 3,000. 3,000 വോട്ട് മാറിയത് കൊണ്ടാണ് 99 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല പിണറായി സഖാവിൻ്റെ കഴിവോ അല്ലെങ്കിൽ ഈഴവർ വോട്ടുകൾ ഈഴവരൊക്കെ അന്നും ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ് അറിഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയില്ല. ഞാൻ കോൺഗ്രസ് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങളൊരു മാപ്പ് പറയണം. എന്തിനാണ് പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്? കാരണം 10,000 പേര് പോലും ഉച്ചരിക്കാത്തൊരു ഭാഷയാണ് സംസ്കൃതം കേരളത്തിൽ. അതിനുവേണ്ടി സംസ്കൃത യൂണിവേഴ്സിറ്റി തുടങ്ങി ഒരു തെറ്റുമില്ല, ഞങ്ങൾ ഒരു തെറ്റും പറഞ്ഞില്ല. ഏത് ഭാഷ ആരും എവിടെയും പഠിക്കുന്നത് നല്ലതാണ്, ഭാഷ കുഴപ്പമില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയ മുസ്ലിം ഉലമാക്കളുടെയൊക്കെ വ്യാഖ്യാനത്തിൽ ഞങ്ങൾ ഇന്നും എതിർക്കാണ്. അപ്പം ഭാഷ പഠിക്കട്ടെ. എന്തുകൊണ്ട് 200 കോടിയോളം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ അറബിക് ഭാഷ? പിന്നെ അതിന് കോൺഗ്രസ് കുഞ്ഞാക്ക് സമ്മതിച്ചില്ല. അതിന് കുഞ്ഞാക്കായും കോൺഗ്രസും 2 ടേമിൽ 10 വർഷം ശക്തമായി വെള്ളം കുടിച്ച് അവർ തന്നെ പരസ്യമായിട്ട് ക്ഷമ പറഞ്ഞതിലും രഹസ്യമായിട്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മാറ്റം. ഇനിയെങ്കിലും അവരെ വളയ്ക്കാനും പാടില്ല, ഓടിക്കാൻ പാടില്ല. ഇനിയെങ്കിലും കോൺഗ്രസിൽ നിന്ന് വോട്ടിയില്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ മോശമാക്കുന്ന വെച്ചിട്ട് വോട്ട് ചെയ്ത് ചെറിയൊരു അനക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തുടങ്ങി കോൺഗ്രസ്സുകാർ സഭയൊക്കെ ഇടപെടുന്നത്. ഇത്ര നാൾ ഈ 10 വർഷം സഭയൊക്കെ ഇവിടെ പോയി. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്ത് 10 വർഷം? നിങ്ങൾ BJPയുടെ കൂടെ ആക്കല്ലേ കുറേ നാളായിട്ട് ജയിച്ച് സീറ്റ് കിട്ടിയുണ്ട്. ഇതിന് ഒരു കാര്യം മനസ്സിലാക്കണം, 28 സീറ്റാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ കോർപ്പറേഷൻ കിട്ടി. ഇന്ന് പറഞ്ഞാൽ മഹാൻ പറഞ്ഞാൽ 27 സീറ്റിൽ എത്തിയില്ല. അപ്പം പിന്നെ വേറെ ആർക്കൊന്നുമില്ലേ? ആകെ 46 സീറ്റുള്ളൂ, 47 സീറ്റ്. 4 പോലും ക്രിസ്ത്യൻ സമുദായം എറണാകുളം കോർപ്പറേഷൻ ഇല്ല, കൊച്ചിൻ കോർപ്പറേഷൻ ഇല്ല. എന്നിട്ടാണ് ആയിക്കോട്ടെ, അവർക്കെല്ലാം സുഖലോലുവരും ആഗ്രഹങ്ങളുള്ളവരും ഒരുപടി മറ്റ് സമുദായങ്ങളെ പോലെയല്ല, കുറച്ചുകൂടി പ്രത്യേകത ഉള്ളവരാണ്. അങ്ങനെ ആയിക്കോട്ടെ, അത് ലിമിറ്റ് വേണം. വാസ്തവത്തിൽ കോർപ്പറേഷനിൽ ലത്തീൻ കത്തോലിക്കലും സ്ത്രീയും കത്തോലിക്കലും അല്ല വേണ്ടത്. ഒരു കോൺഗ്രസ് ജയിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ അതിന് അവർ പറയുന്നത് ദക്ഷിണ കൊച്ചിയുടെ വളർച്ചയ്ക്ക് മുരടിക്കാണ് അത് വേണം. അതിലേക്ക് ഒരു പരിധിവരെ ന്യായം ഇല്ലെന്നില്ല. അതിന് വേണ്ടത് കൊച്ചിക്കാരൊരു മേയർ വന്നിട്ട് കാര്യമില്ലല്ലോ. 2 മേയർ 3-4 മേയറുണ്ടായാലോ കൊച്ചിന്ന്. ഇപ്പോഴും കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. ഈ തേവര പാലം കഴിഞ്ഞപ്പോൾ വികസനം ഇല്ല, ഉള്ളതെല്ലാം ഇത്രേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്തറിയോ? അയോധ്യ അവിടെ 2 ഉണ്ടല്ലേ, അതുപോലെ ഫൈസാബാദും അയോധ്യ 2 ഇരട്ട സിറ്റികൾ. ഹൈദരാബാദിൽ ഇരട്ട സിറ്റികൾ പോലെ കൊച്ചിൻ കോർപ്പറേഷനും എറണാകുളം കോർപ്പറേഷൻ വേണം. തേവര പാലം പോലെ അങ്ങോട്ട് പോയി അത് വിശാലമാക്കണം. അത് ആ പൂത്തോട്ട ഭാഗം ചേർത്ത് വിശാലമാക്കിയിട്ട് അതൊരു കോർപ്പറേഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ. അതാണ് കൊച്ചിൻ കോർപ്പറേഷൻ. ഇപ്പുറത്ത് എറണാകുളം കോർപ്പറേഷൻ. അതിപ്പോൾ അങ്ങനെ വികസിപ്പിക്കാമല്ലോ. കാക്കനാടൊക്കെ വളരെ മാറ്റം വന്നിരിക്കല്ലേ. കാക്കനാട് വളർച്ച ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയൊരു 10 പേരാണ് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എറണാകുളം കോർപ്പറേഷൻ സ്വീകരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച വളർച്ച കിട്ടുള്ളൂ. അല്ല കൊച്ചിയിൽ നിന്നൊരു മേയർ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നത്. ഞങ്ങൾ പണ്ട് വാദിച്ചു. അത് 10-15 വർഷം മുമ്പ് ഞങ്ങൾ ഒരു സെമിനാറൊക്കെ വെച്ച് വാദിച്ചാണ്. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കഞ്ഞിയിൽ പാറ്റി അടിക്കരുത്. സഭയൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. വീണ് പോയി 10 വർഷം പോയി ഏതാണ്ട് കോൺഗ്രസും ലീഗുകാരും ചെയ്ത തെറ്റൊക്കെ ജനങ്ങളൊന്ന് പരിധിയിൽ പുറത്ത് അവരൊന്ന് അനുകൂലിക്കാൻ ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും വരുന്നത് സഭ ഡിമാൻഡ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കല്ലേ? ആകെ ഉള്ളത് 976 സീറ്റ്, അതിൽ 40 സീറ്റാണ് ഇപ്പോൾ UDF ഉള്ളത്. അത് 28 സീറ്റും ക്രിസ്ത്യൻസാന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ടും പറഞ്ഞാൽ 27 സീറ്റിൽ എത്തിക്കുകയാണ്. അതൊക്കെ തെറ്റാണത്. ദീപ്തി മേരി വർഗീസ് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ ഒരു കത്തോലിക്ക അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സ്ത്രീ കൊച്ചിക്കാരി ഷൈനി വർഗീസ് അവരെ ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് പണം കൊടുത്ത് ചാലും കൂടി പറയിപ്പിക്കണം. ഇതൊരു കള്ളത്തിനാവോ? അവർ മാത്രമല്ല, ആ ദീപ്തിയൊക്കെ അതെ. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
പിന്നെ എന്നെ ആക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് പത്രക്കാർക്ക് കൊടുക്കും, കാശ് കൊടുക്കും, കോടികൾ ഓരോ വാർഡിലും കോടികൾ ചെയ്താക്കിയിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് കോർപ്പറേഷൻ കൊല്ലത്തിലുള്ളത്. നിസ്സാരം 1-2 ആയിരം കോടിയൊന്നുമില്ല, ഏറ്റവും വലിയ പദ്ധതിയാണ്. അതിലൊക്കെ 10% കമ്മീഷൻ കിട്ടുന്നത് എത്ര കിട്ടും? അപ്പം പണത്തിന് വേണ്ടി നാട് നന്നാക്കാനല്ല. അതാണ് ഒരു വശം. മറ്റൊരു വശം തീർന്ന സമയത്ത് മറ്റൊരു വശം പാലക്കാട് ആ പാവം ആസാമിലൂടെ വന്നവരും മഹാപാവം, നടന്ന് പോകാൻ പോലും വല്ല ഭാഷ അറിയില്ല, അവൻ്റെ പ്രാദേശിക ഭാഷയിലെ ഒരു ഭാഷയിലെ വഴി അറിയില്ല, എങ്ങനെയോ പെട്ടുപോയി. ഭാര്യ മരിച്ച് 4 മക്കളുണ്ട്, വളർത്താൻ വേണ്ടി ആരോ പറഞ്ഞു കേട്ടി കേരളത്തിൽ ഒരു കൊച്ചു മിനി ഗൾഫാണല്ലോ കേരളം, ആസാംകാർക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വന്ന് പെട്ടുപോയി. ചോദിക്കുന്ന ഉത്തരം കൊടുക്കാനില്ല. ചിലർക്കുണ്ടല്ലോ ഇപ്പോൾ ഒരു സംശയം കണ്ട ഒന്ന് മങ്ങി നിൽക്കട്ടെ ഉടനെ അറിയിക്കാം. സംഘ് പരിവാറാണ് വന്ന് 10,000 പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടർ പറയാണ് ഇത്രയും നികൃഷ്ടമായതിൽ ഇത്രയും ക്രൂരമായതിൽ ചത്തതിന് ശേഷം അടിച്ചു കൊന്നിട്ടുണ്ടാണ്. എടോ, നിങ്ങളാണോ സംഘ് പരിവാർ? നിങ്ങളോ ഇന്ത്യക്കാർ? നിങ്ങളോ സനാതന ധർമ്മത്തിൻ്റെ ആൾക്കാർ? അങ്ങനെ ഒരാൾ വഴിതെറ്റി വന്ന് ശരി ആയിക്കോട്ടെ, അവൻ കള്ളനാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആരവകാശം തല്ലിക്കൊല്ലാൻ? അതിനാണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ വന്ന മുസ്ലിം തീവ്രവാദികളും ഭീകരവാദികളും ജിഹാദികൾ, ഏതും ജിഹാദികൾ ഇങ്ങനെ വന്ന ഒരാളെ ഇവിടെ തല്ലിക്കൊക്കെ ഇന്ത്യയിൽ, നോട്ട് ഇൻ കേരള ബട്ട് ഇൻ ഇന്ത്യയിൽ. പക്ഷേ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാസിസ്റ്റുകൾ എത്ര എണ്ണത്തിനാണ് ബീഫിൻ്റെ പേരിൽ, അതായത് ബീഫ് അല്ലെന്ന് പറഞ്ഞ് ആട്ടിറച്ചിയാണ്. ഇന്നാൾ കഴിഞ്ഞ ദിവസം ബീഹാറിൽ, അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ. ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഞാൻ പറഞ്ഞു, ഞാൻ അന്ധമായി RS വിരോധി എന്നാൽ അന്ധമായി RSSനെ എതിർക്കുന്നുമില്ല. ഞങ്ങൾ എതിർക്കലും പ്രശ്നാധിഷ്ഠമാണ്. ഈ പ്രശ്നം ഞങ്ങൾ ശക്തമായി എതിർക്കാൻ കാരണം അത് തെറ്റുണ്ട്. പാവ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി വന്നു, യാതൊരു കഴിവില്ല. അവൻ്റെ അധ്വാനം വിദ്യ ജീവിക്കുന്നവനാണ് തൊഴിലാളി എന്ന് പറയുന്നത്. അവനാകെ അവൻ്റെ മൂലധനം എന്ന് പറഞ്ഞാൽ അവന് ആ അധ്വാനം ആണ്. അത് വിറ്റ് ജീവിക്കുന്ന തൊഴിലാളി. അത് വിൽക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ, സമ്പാദിക്കാനല്ല, കുഞ്ഞു മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. തെമ്മാടികളെ, നിങ്ങൾ അവനെ തല്ലിക്കൊന്നല്ലേ? എന്താ കാര്യം അറിയോ? റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്, ബംഗ്ലാദേശ് മുസ്ലിങ്ങളാണ്, മറ്റ് മുസ്ലിങ്ങളാണ്. ആ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ചത്താലും വൈരാഗ്യം തീരാത്ത. ശത്രു രാജ്യത്ത് പോയാൽ പട്ടാളക്കാർക്കുണ്ടല്ലോ ഇതുപോലെ പക കാണിക്കുവാനേക്കാം. അതിനേക്കാൾ കഷ്ടമല്ലേ ഇത്? അതൊരു യുദ്ധസമയത്തും ശത്രുവാണ് കേട്ടാ. ഇത് നിരപരാധിയല്ലേ? ന്യായമാണോ? അതെങ്ങനെയാ ഒരു മൂർഖൻ ഇത് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ജിഹാദിയാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പിന്നെ വർഗീയവാദിയാക്കും, തെമ്മാടത്തിനായിരിക്കും. മൊയ്തീൻ ഷാ കുറിച്ച് പറയരുത്. ഞാൻ രാജ്യസ്നേഹി തന്നെയാണ്, ജനങ്ങൾ സ്നേഹിക്കുന്ന സർവ്വസ്നേഹിയാണ്. പറയുന്നതും കേട്ടും ശരിയാണെങ്കിൽ ഒരു മൂർഖൻ പാമ്പനെയും ഒരു മുസ്ലിമും കണ്ട മുസ്ലിം തല്ലിക്കൊല്ലും മൂർഖം രക്ഷിക്കണമെന്ന് ട്രെയിനിങ് കൊടുത്ത് 10,000 ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. എങ്ങനെ ഒരാളെ ഏറ്റവും ഈസിയായിട്ട് കൊല്ലാന്നുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എവിടെ പോയി നമ്മുടെ മുസ്ലിം നേതാക്കളും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ 100 വർഷം ഇത്രയും സന്നാഹമായിട്ട് ഇന്ത്യയിൽ ചെറുതും വലുതായ രീതിയിൽ സംഘടിതമായിട്ടും അസംഘടിതമായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രെയിനിങ് കൊടുത്തപ്പോൾ എവിടെ പോയി കോൺഗ്രസ് പാർട്ടി അന്നും ഭരിച്ചാലും BJP RSSകാരും സംഘ അനുഭാവികളാണ്. ഞാൻ പറഞ്ഞ അനീതിക്കെതിരെ നമ്മൾ എപ്പോഴും നീതിക്ക് വേണ്ടി വാദിക്കും. അത് RSS ആയാലും കൊള്ളാം, BJP കൊള്ളാം, ഈ തീവ്രവാദി മുസ്ലിങ്ങളായാലും കൊള്ളാം. ഏതെങ്കിലും ഒരു മുസ്ലിം ഇതുപോലെ ഇന്ത്യയിൽ നിരപരാധി ഒരാളെ തല്ലിക്കൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ സംബന്ധിച്ച് ഒരു സമ്മതിക്കൽ മാത്രമല്ല, RSSകാർ ചെയ്തതിനേക്കാൾ കൂടുതൽ പറയുകയും ചെയ്യും, ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. കാരണം ന്യൂനപക്ഷമാണ്, മറ്റു ഭൂരിപക്ഷം പറ്റുമ്പോൾ അഹങ്കാരം അല്ലെങ്കിൽ ഊർജം കൂടുമല്ലോ. അത് ലോകനീതിയാണ്. എന്ത് ന്യായമുള്ളൂ? പാവപ്പെട്ട ഒരു മനുഷ്യന് ഭാഷ പോലും അറിയാതെ, നമ്മൾക്ക് മനുഷ്യനാണ്. മൃഗങ്ങൾക്ക് കഷ്ടം. മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ സിംഹം പോലും ചത്ത് കിടക്കുന്നു അല്ലെങ്കിൽ വീട് കിടക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചെടുത്ത് ഒരു 6-8 പൂച്ചയുണ്ട്. ഞങ്ങൾ മ്യാവ് എന്നാണ് ഒരു ജാപ്പനീസ് ഒരു ഫോറിൻ പൂച്ചയാണ്. അവൻ മിടുക്കനാണ്. അവന് വേറൊരുത്തൻ വന്ന് തല്ലുണ്ടാക്കി അവസാനം അവൻ നട്ടിലുണ്ട് പോയിട്ട് ഇപ്പോൾ വീട്ടിൽ പുറത്ത് പോകുന്നില്ല, മറ്റേ വീട്ടിൽ കാണില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ അത് വരുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ബെഡയിൽ കിടക്കാണ്. അവൻ അന്ന് വന്നോണ്ടല്ലോ, അവരിപ്പോൾ വന്നാൽ അവൻ്റെ അടുത്ത് വരില്ല. അവനൊരു മനസ്സിലായി എൻ്റെ ശത്രുവാണെങ്കിലും അവൻ ഇന്ന് അവശനാണ്.
എടോ തെമ്മാടികളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ പൂച്ച എന്ത് കേൾക്കോ, എൻ്റെ ശത്രുവാണെങ്കിലും അവൻ ഇന്ന് അവശനാണ്, അവനെ ഞാൻ ആക്രമിക്കില്ല. അതുപോലെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരുത്തത്തെ പിന്നെ കട കുത്തിപ്പൊളിക്കോട് ഒരിക്കൽ പണിയാൻ പറയാം, നീ ബാങ്ക് കൊള്ളേ, ഈ പാവപ്പേര് കട കുത്തിപ്പൊളിച്ച് അവനെ അത്താൻ പണിയാണ്. ബാങ്ക് കൊള്ളിയിട്ട് പോകാൻ നമുക്ക് സഹായിക്കാൻ വേണമെങ്കിൽ നീ അത് കേസിൽ കൊന്നറിയില്ല. അത് അങ്ങനെ കാശുള്ള ഈ പാവപ്പെട്ട് കൊല്ല എന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ എതിർക്കാൻ വരുന്ന ഗുണ്ടകൾ നിങ്ങൾ ജിഹാദിയാണെങ്കിൽ കൊന്ന ഒരു കുഴപ്പമില്ലെന്നും അതിൽ നമുക്ക് പരാതിയില്ല. നിങ്ങൾ ആക്രമിക്കാൻ സംഘടിതമായിട്ടോ ഒറ്റക്കായിട്ടോ ജിഹാദികളോ മുസ്ലിമോ ന്യൂനപക്ഷമോ വരാണെങ്കിൽ നിങ്ങൾ തല്ലിക്കൊന്നോ നമുക്കൊരു പരാതിയില്ല. പക്ഷേ നിരപരാധികളെയും നിസ്സഹായരവരെയും നിങ്ങളുടെ ദാഷ്ട്യം നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് തല്ലിക്കൊല്ലല്ലേ മനുഷ്യ സഹോദരങ്ങളെ. എനിക്ക് അത്രയും സംഘപരിവാറിന് പറയാനുള്ളൂ. മേലെ ഇത് ആവർത്തിക്കുക. മനസ്സിലായില്ലേ? അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, 4 പോയിന്റ് ഞാൻ പറഞ്ഞത്, അല്ല 1, 2 പോയിന്റ്, 3-ാമത്തെ പോയിന്റ് കേൾക്കൂ. ഇപ്പോൾ അസംബ്ലി പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ്, ജില്ലാ കൗൺസിൽ കഴിഞ്ഞ്, ബ്ലോക്ക് കൗൺസിൽ കഴിഞ്ഞ്, പഞ്ചായത്ത് കഴിഞ്ഞ്. ഈയിടോ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ രാഷ്ട്രീയക്കാരോടും ഈ കോമരങ്ങളോട് ചോദിക്കുകയാണ്. ഇവിടെ നിലവിലൊരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് രാജുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, കോർപ്പറേഷൻ കമ്മിറ്റി ഉണ്ട്, മുനിസിപ്പൽ കമ്മിറ്റി ഉണ്ട്. അതുകൂടാതെ സ്റ്റേറ്റ് ഒരു ഭരണമുണ്ട്. പിന്നെ എന്താണ് ജില്ലാ കൗൺസിൽ? പ്രത്യേകിച്ച് ഇവിടെ ജില്ലാ കളക്ടറുണ്ട്, ശക്തമായി പ്രവർത്തിക്കുന്ന ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ, RDO ഉണ്ട്. അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം. പിന്നെ എന്തിനാണോ ഈ ഒരു പ്രത്യേകം ജില്ലാ പഞ്ചായത്ത്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത്? നിങ്ങൾ കിട്ടുന്ന ഫണ്ട് ആ പഞ്ചായത്തിന് വാർണിച്ച് നിർത്താൻ പോരെ? ഇനി കൂടുതൽ കോടികളുടെ ഇടപാട് നിങ്ങൾ അതിന് കൂടെ സ്ഥിരമായൊരു പഞ്ചായത്ത് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് ഇല്ലേ, അവിടെ ജനകീയ കമ്മിറ്റി ഇല്ലേ, പിന്നെ സ്റ്റേറ്റ് ഭരണകൂടമില്ലേ? ആരുടെ ബുദ്ധിയിൽ ഉപയോഗിച്ചാണ് ഈ എത്ര കോടി രൂപയാണ് യുവന്മാർക്ക് തിന്നാനും കാറ് ചെലവിനും ട്രാവലും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതോ? ആകെ ഒരു 10 കോടി അനുവദിക്കട്ടെ, അതിലിപ്പോൾ 5 കോടി കൂടുതൽ ഇങ്ങനെ അനാവശ്യമായിട്ട് പോവാണ് കാർ ഉപയോഗിച്ച്. പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇന്നോവ കാറ് കിടന്നേ. ഇപ്പം സുഖമായ ജീവിതമാർഗമായി. പണ്ട് രാഷ്ട്രീയം ഒരു സേവന മാർഗമായിരുന്നു. ഇപ്പം സുഖലോലുപരുടെയും ജീവിതമാർഗമാക്കി. 5 കൊല്ലം പഞ്ചായത്ത് കിട്ടിയാൽ പിന്നെ അവന് ഇന്നോവ കാറിൽ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നമ്മൾക്ക് 10-60 വർഷക്കാലം രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവർത്തിച്ചാണ്. നമ്മൾക്ക് ഇപ്പോഴും ആക്റ്റീവ് 2 വീലർ നടക്കാറ് എന്ന് പറയോ. 2 കാര്യമുണ്ട്. ഒന്ന്, സൂര്യപ്രകാശം അടിച്ചില്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവും, അത് ഞാൻ അതിന് പറയില്ല. മറ്റൊന്ന്, നമുക്ക് കാറ് കൊണ്ട് എവിടെ ഇടും? എൻ്റെ വീട്ടിലുണ്ട്, കാർ ഇല്ലെന്നില്ല. ഈ കാർ ഞാൻ 100 സ്ഥലത്ത് പോകുന്ന ദിവസം 100 സ്ഥലത്ത് കാർ കൊണ്ടുപോയാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലോ കടയിലോ കൊണ്ടുപോയിട്ട് വൈകിട്ട് പോയി എടുക്കാൻ കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക മൊയ്തീൻ ഷാ പിള്ളേർക്കൊക്കെ 100 ടീമെങ്കിലും ദിവസം കാണേണ്ടി വരും. പല കാര്യം അവിടെയെല്ലാം ഈ കാർ കൊണ്ടുപോയി ഇടും. അതാണ് ആക്റ്റീവ് ഉപയോഗിക്കുന്നത്. അത് അഹങ്കാരം പറയല്ല. അപ്പോൾ ചൊല്ലു, ഇയാൾ എന്ത് വലിയ നേതാവ്, കൂട്ടിൽ വരുന്നു, വെയിലൂടെ നടക്കുന്നു. എന്താ വെയിൽ കൊണ്ടാലാണ് വൈറ്റമിൻ ഡി ഷോർട്ടേജുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു ഗുളിക വാങ്ങിച്ചു. എത്ര വില? 4 ഗുളിക ഒരു മാസത്തേക്ക് 200-300ആണ്. അതും 5%, ബാക്കി 90% വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കുന്നത് സൂര്യപ്രകാശം തന്നെയാണ്. അതാണ് 2 വീലർ ഉപയോഗിക്കുന്നത്. പലരും 2 വീലർ ഒഴിച്ച് ഒറ്റയ്ക്ക് വരുന്നു മൊയ്തീൻ ഷാ വേർത്തൊലിച്ച്. പണിക്കാരൻ്റെ പറയും വെളിയിലും കാണുന്ന പറയുമ്പോൾ അധ്വാനിക്കുന്ന ജനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരൊക്കെ അല്പം മുഷിഞ്ഞുണ്ടാവും. ഇപ്പം നമ്മുടെ AP വർക്കി, സഖാവ് വർക്കി, ജനകീയ നേതാവിൽ പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് എന്നല്ലേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ എത്ര സിമ്പിൾ ലൈഫായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലത്തിലെ MLA എത്ര സിമ്പിളായിട്ട് അദ്ദേഹം നടക്കുന്നത്. ഞാൻ ഇനി അതൊരു യോഗത്തിൽ പോയപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷേ അദ്ദേഹം വന്നേ. അന്ന് പറയേണ്ട വാക്കാണ്. അദ്ദേഹം ഇലക്ഷൻ വോട്ട് എണ്ണ ആയതുകൊണ്ട് വന്ന ഒരു ഹോസ്പിറ്റലിൽ അവസാനം ഞാൻ ചെയ്യേണ്ടി വന്നു. അത് പറയാൻ പറ്റിയ വാക്കാണ്. എത്ര സിമ്പിളായിട്ട് അദ്ദേഹം ഒരു MLA അല്ലേ. മറ്റ് MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട്. ഇല്ല, അവർ മോശമെന്നല്ല പറഞ്ഞത്. പക്ഷെ അവർ കുറച്ചുകൂടിയൊക്കെ ലാഭിഷായിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സൗകര്യത്തിലൊഴിക്കുക. ഇദ്ദേഹം വളരെ സിമ്പിളല്ലേ. അപ്പോൾ AP വർഗീയ ശേഷം എറണാകുളം ജില്ലയിൽ കണ്ട ഒരു ജനകീയ നേതാവാണ് ഇപ്പോഴത്തെ വിനോദ് TG വിനോദ്.
അപ്പോൾ അപ്പോഴും ആൾക്കാരുണ്ട് ഏത് പാർട്ടിലാണെങ്കിലും. അതുകൊണ്ട് മൊയ്തീൻ ഷാ ആക്ച്വലി നടക്കും, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എന്തിനാണ് ഇത്രയും ദുർച്ചെലവ് ചെയ്ത് ഇങ്ങനെ ഫണ്ട് അനുവദിക്ക് ജില്ലാ കൗൺസിലും പിന്നെ ബ്ലോക്ക് കൗൺസിലിനും ആവശ്യം? ഇത് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക രാഷ്ട്രീയക്കാർ. അതാണ് പറയുന്നത്. നീ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തണം. പാട്ടുപാടത്തെക്കുറിച്ച് എന്താ നാഗൂർ ഞാൻ പല പ്രാവശ്യം പോയിട്ട് സ്ഥലമാണ്. നാഗൂരിൽ ഏകനെ യാ അല്ലാ എന്നുള്ള ഒരു ട്യൂണിലാണ് ഒരു തമിഴ് എഴുത്തുകാരനും ഈ ശബരിമലയുടെ ഇതുണ്ടാക്കിയത്. ശബരിമലയൊക്കെ നമ്മളെല്ലാം ജാതിബന്ധ ഭേദമന്യേ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, ആരാധന എല്ലാവർക്കും ഇല്ല, ആദരിക്കുന്ന ഒരു ദേവാലയമാണ് അല്ലെങ്കിൽ ഒരു പിന്നെ അമ്പലമാണ് ശബരിമല. നമ്മളെല്ലാം അതിന് നമ്മൾ അതിന് ബഹുമാനം കൊടുക്കുന്നുണ്ട്. അവിടെ ജാതി മതം ഒന്നും നോക്കുന്നില്ല. അവിടെ ക്രിസ്ത്യാനിയുടെ ഒരു അച്ഛൻ വരും, പിന്നെ മുസ്ലിയാരുണ്ട്. ഇപ്പം നെട്ടൂരൊക്കെ അവിടെ തൃപ്പൂണിത്തുറ അമ്പലത്തോട് അനുഭവിച്ചതാണ്. അങ്ങനെ ഹിന്ദു അങ്ങനെയൊക്കെ കോംപ്രമൈസിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അതുപോലെ തച്ചുടച്ച് സങ്കുചിതമായിട്ട് ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ തല്ലിക്കൊല്ലം നടക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുമ്പോൾ നിങ്ങൾ എന്താണോ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ മറ്റേതൊക്കെ കുറ്റം പറയുന്നത്? ഭൂരിപക്ഷം ഞാൻ പറഞ്ഞില്ല, ന്യൂനപക്ഷം സംഘടിച്ചുകൊണ്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ന്യൂനപക്ഷം സംഘടിച്ചാൽ ഭൂരിപക്ഷം സംഘടിക്കാനുള്ള സാധ്യത വരും. ആ ഭൂരിപക്ഷം സംഘടിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് എന്താണ് ന്യൂനപക്ഷം അങ്ങനെയുള്ള രീതിയിൽ തീവ്രമായ രീതിയിലും ഭീകരമായ രീതിയിലും സംഘടിക്കാൻ പാടില്ല. സംഘടിച്ച് പ്രവർത്തിച്ചോ ഗാന്ധിസത്തിൽ കൂടി. ഇപ്പോൾ ഞങ്ങൾ ഈ സമുദായത്തിൽ ചില കിട്ടാത്ത ചില കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും തീവ്രവാദമല്ല, അത് ഗാന്ധിസമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതാണ് തീവ്രമാറ്റമില്ല. അത് അങ്ങനെയല്ല ചെയ്യുന്നത്. ശാന്തമായ ഗാന്ധി മാർഗത്തിൽ കൂടി അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്? പണത്തിന് ആ ഒരു പാട്ട് പാടി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, കേസ് കിടത്താൻ അവർ അന്വേഷിക്കും. ഇപ്പോൾ കേസെല്ലാം പിൻവലിച്ച്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതായത് എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്ന് ചോദിക്കാറില്ല. അപ്പോൾ കാരണം കണ്ടുപിടിക്കണ്ടേ? ഇന്നിപ്പോൾ ഒരു കാര്യം കണ്ട് മഴ പെയ്തു പണ്ടുണ്ടായിട്ടുണ്ട്. വലിയ വലിയ മത്സ്യങ്ങൾ കാറിൽ വീഴുന്നൊക്കെ ചാനലുണ്ട്. അതിന് അന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞല്ലോ, ഈ കടലിൽ നിന്ന് നീരാവി ഉയർന്നു പൊങ്ങിയാണല്ലോ മഴ ഉണ്ടാകുന്നത്. അതാണല്ലോ ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് സീതി സാഹിബ് പറഞ്ഞ് കടലിൽ മഴ പെയ്യുന്ന മരം ഉണ്ടായിട്ടാണെന്ന് പറയാം. അതൊക്കെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഹ്യൂജ് രയിൽ വരുമ്പോൾ അതിനകത്ത് ആ മഞ്ഞ് പാളിയിൽ അല്ല ആ ഒരു നീരാവിയിൽ മത്സ്യങ്ങൾ പെട്ടാടും. ആ മത്സ്യങ്ങൾ മുകളിൽ വരുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ താഴ്ത്തി വീഴും. അങ്ങനെയാണ് അതിൽ മത്സ്യങ്ങൾ വരുന്നതാണ്. പണ്ട് ഒരു ഇതുണ്ടായി. പണ്ട് പക്ഷികൾ പോകുമ്പോൾ ഈ കൊക്ക് സാധനം കൊണ്ടുപോകുമ്പോൾ മത്സ്യം വീഴും. അതൊക്കെ അവൻ ഭക്ഷണത്തിന് വേണ്ടി പിടിക്കുന്ന കൊക്ക് പറന്ന് ചാടിപ്പോകുക. ഇത് 100 എടുക്ക മത്സ്യം വീഴുന്നുണ്ടെങ്കിൽ ഇതാണ് ആരോ അവിയിൽ വരുമ്പോൾ അതിലും വന്ന മത്സ്യം പൊന്തി വന്ന് തണുത്ത് താഴെ വീഴുക. അതൊക്കെ വിശദമായിട്ട് വേണമെങ്കിൽ മണിക്കൂർ വേണം. അപ്പം അതുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പാരടി വന്നാലും അതിനെ പോലും മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ പോകല്ലേ. അങ്ങനെ പോരുത്. വെള്ളാപ്പള്ളി പോലെയുള്ളവരെ ഞാൻ ഇന്നലെ പറയുള്ളൂ, വെള്ളാപ്പള്ളി പോലുള്ളവരെ വെച്ച് നിങ്ങൾ മുന്നിൽ നിർത്തി കളിച്ച് അവസാനം ആ പാവം മനുഷ്യനെയും അവരെ സമുദായത്തെയും നശിപ്പിക്കാന്നല്ലാതെ നിങ്ങൾ നന്നാവില്ല. അവരൊക്കെ നിർത്തി. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, അച്ഛൻ്റെ സ്ഥാനം, മമ്മിക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് ഉമ്മയുടെ സ്ഥാനം, ഓരോ സ്ഥാനമുണ്ട്. എല്ലാം ഭാര്യയുടെ സ്ഥാനം അമ്മക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനം ഭാര്യ കൊടുക്കാൻ പറ്റുമോ? എല്ലാവരും സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നിർത്താവുള്ളൂ. അത് പിണറായി ആയാലും ഉമ്മൻചാണ്ടി ആയാലും മരിച്ചു ആയാലും മാരും വെള്ളാപ്പള്ളിക്ക് സ്ഥാനമുണ്ട്, ആ സ്ഥാനം നിർത്തിക്കും. ഇതിങ്ങനെ ചെയ്ത് തെറ്റാണ്. ഇത് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധോദയം ഉണ്ടാകുന്നത്? ഇത് വേറൊരു കാര്യം പറയാൻ നിർത്താം. കോൺഗ്രസ്സുകാരെ ഇപ്പോൾ ചെറിയൊരു വോട്ട് ശതമാനം വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ അഹങ്കാരം തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ചാർജ് തുടങ്ങാനായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരാൾ വിളിച്ചു പറഞ്ഞു അവിടെ കോൺഗ്രസ്സിന് അഹങ്കാരം തുടങ്ങിയത്. അത് വേണ്ട, അങ്ങനെ അഹങ്കരിക്കാൻ മാത്രമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നിൽക്കണം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി തോറ്റുപോയത് 10 വർഷം, എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചത്? അത് ഒറ്റ കാര്യമാണ്. 40% വരെ മുസ്ലിം സമുദായത്തിൻ്റെ ആ അറബിക് സർവകലാശാലക്ക് സഹായത്തിൽ മാത്രം കളിയാക്കിയതിന് പേരിൽ 2% മുസ്ലിങ്ങളിൽ ഒന്ന്
തിരിച്ചു വിട്ടപ്പോഴാണ് 199 സീറ്റിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം കിട്ടി 2 വർഷം അധികാരം കിട്ടിയപ്പോഴേക്കും ആ സമുദായത്തെ ഒരു മറന്നുപോയി മാത്രമല്ല അവർ തള്ളിക്കളഞ്ഞു. ഒറ്റ കാര്യം ഇപ്പോൾ ഞാൻ നിർത്താം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതി എടോ, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇത്തവണ BJP 50 സീറ്റ് കിട്ടിയൊന്നും നിസ്സാര കാര്യമല്ല. മൊത്തത്തിൽ BJP ക്ഷീണമാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ശേഷം കിട്ടിയത് വോട്ട് ശതമാനമോ നേട്ടമൊന്നുമില്ല. അതിനേക്കാൾ വളരെ താഴെയാണ്. തൃശ്ശൂരൊക്കെ വളരെ മോശം, പല സ്ഥലത്തും പോയി. ആകെ 200 മാത്രമേ ഉള്ളൂ. അതാ മുരളീധരൻ കൊണ്ട് ഉണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4ാമത് പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ തലയിൽ തട്ടിട്ട് ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായില്ലേ പിണറായി? കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ 4 പ്രാവശ്യം ജയിച്ചില്ലേ? ആ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു മുസ്ലിം സ്ത്രീ മേയറാണെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു ഇതും വളരെ വലുതല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വർഗീയത വന്നിട്ട് അല്ലെങ്കിൽ ആരോ മോഡിയെ മറ്റേ പേടിച്ചിട്ട് നിങ്ങൾ മുസ്ലിം നാമം പോലും കളഞ്ഞില്ലേ? ഇപ്പം അനുഭവിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ടോ? രക്ഷയുണ്ടോ? കമ്മിറ്റി കൂടിയിൽ പിണറായിക്ക് ഒരാൾ പോലും ബാധിച്ചില്ല. പിണറായിക്ക് വേണ്ടി പിണറായി ആപ്പിപ്പെട്ടുകൊണ്ടായിരിക്കാം. അന്ന് പിണറായി മനുഷ്യത്തുള്ള നേതാവായിരുന്നെങ്കിലോ ആ 4ാമത് പ്രാവശ്യം ജയിച്ച ആ മുസ്ലിം സ്ത്രീ അത് പകുതി മുസ്ലിം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ വളർന്ന് തലയിൽ തട്ടിവിടുന്നത് മാത്രമോ അല്ലാതെ വേറെ യാതൊരു ഇതുമില്ല. അവരല്ലേ നിങ്ങളാക്കേണ്ടത്. അതേപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ സ്റ്റാലിനെതിരെ ഒരു ദളിത് സ്ത്രീയെ മേയറാക്കിയില്ലേ? തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് എത്രയോ വലിയ പട്ടണമാണ് ചെന്നൈ. അവിടെ ഒരു ദളിത് സ്ത്രീയെ മേയറാക്കാൻ സ്റ്റാലിൻ ശ്രമിച്ചെങ്കിൽ എന്താണോ പിണറായി കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ നിങ്ങൾ മാറിപ്പോയത്? നിങ്ങൾ വെള്ളം കുടിക്കുന്നതല്ല, നിങ്ങൾ നശിച്ചു പോകും. പക്ഷെ ഞങ്ങൾ അത് പറയുന്നത് സങ്കടത്തോടെ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല, ഇന്ത്യയിൽ പാടില്ല, കേരളത്തിൽ പാടില്ല. അതാണ് ഞങ്ങളുടെ പോളിസി. പക്ഷേ നിങ്ങളുടെ പോക്ക് വളരെ മോശത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുകൂടി ശ്രദ്ധിക്കണം. മറ്റത് കോൺഗ്രസ് ഡൽപ്പ് 10 വോട്ട് കിട്ടിയതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയോ ധിക്കാരം കാണിക്കരുത്. കോർപ്പറേഷൻ പോലുള്ള മേയർ സ്ഥാനമൊക്കെ ഒരു കുഞ്ഞും അറിയാതെ നിഷ്പക്ഷതയിൽ പുറത്തറിയാത്ത ഇത് ആക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.